ഇസ്രായേലിനുമേൽ ഹൂത്തികളുടെ സംഹാര താണ്ഡവം. ഹൂത്തികളുടെ ഡ്രോണുകൾ ഇസ്രായേലിൻ്റെ ടൂറിസ്റ്റ് പ്ലേസായ എയ്ലത്തിൽ പതിച്ചു. 22 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങളുടെ നഗരത്തിൽ ഹൂത്തികളുടെ ഡ്രോണുകൾ നാശനഷ്ടമുണ്ടാക്കിയതായി ഇസ്രായേലും സമ്മതിച്ചു. ഇതിന് തക്കതായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചു. എന്തായാലും ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും ശക്തമായ ഒരാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ യൂട്യൂബുകളിൽ സുലഭമാണ്. യൂട്യൂബുകളിൽ വന്നു തുടങ്ങി. ചുരുക്കത്തിൽ ഹൂത്തികൾ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണം. അവരുടെ പ്രധാനമന്ത്രിയെ ഇസ്രായേൽ വധിച്ചപ്പോൾ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഹൂത്തികൾ പറഞ്ഞിരുന്നു. ഇസ്രായേൽ മന്ത്രിമാരെ തങ്ങൾ നോട്ടപ്പുള്ളികളാക്കിയിരിക്കുകയാണെന്നും ഹൂത്തികൾ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് പല വിധത്തിലുള്ള ആക്രമണങ്ങൾ ഹൂത്തികൾ നടത്തിയത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രൗഢഗംഭീരമായ ടൂറിസ്റ്റ് കേന്ദ്രമായ എയ്ലത്തിലാണ് ഹൂത്തികൾ ഡ്രോണുകൾ പായിച്ചത്. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കബളിപ്പിച്ചുകൊണ്ടാണ് ഡ്രോണുകൾ പതിച്ചത്. 22 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതിൽ 5 പേരുടെ നില ഗുരുതരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംഭവത്തിൽ അഗാധമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഹൂത്തികളെ പാഠം പഠിപ്പിക്കുന്നത് വരെ ഇനി യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. എന്തായാലും ഇസ്രായേലിന് തലങ്ങും വിലങ്ങും അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിനെ കീഴടക്കാനിറങ്ങിയ ഇസ്രായേൽ പല ഭാഗത്തു നിന്നും തിരിച്ചടികൾ കൊണ്ട് വലയുകയാണ്. ഇസ്രായേൽ ഇപ്പോൾ ഗസ സിറ്റിയിൽ പ്രവേശിച്ചെങ്കിലും ഹമാസിൻ്റെ പോരാട്ട വീര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല. മാത്രമല്ല, ഹൂതികളുടെ പ്രധാനമന്ത്രിയെ വധിച്ചത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറി. അതിനുള്ള പ്രതികാരമാണ് ഇപ്പോൾ അവർ തീർക്കുന്നത്. ചെങ്കടലിന് സമീപമുള്ള ടൂറിസ്റ്റ് കേന്ദ്രമാണ് എയ്ലത്ത്. ഇസ്രായേലിൻ്റെ അഭിമാനമായ ടൂറിസ്റ്റ് കേന്ദ്രം. അവിടെയാണ് ഹൂത്തികൾ മാരകമായ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഹൂത്തികളുടെ മാരകമായ ആക്രമണം ഇസ്രായേലിൻ്റെ സമനില തെറ്റിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. എന്തായാലും ഹൂത്തികളും ഇസ്രായേലും ഒരു വശത്ത്, ഹമാസും ഇസ്രായേലും മറ്റൊരു വശത്ത്, ഹിസ്ബുള്ളയും ഇസ്രായേലും അതിനും മറ്റൊരു വശത്ത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലെബനനിലെ ഹിസ്ബുള്ളയുടെ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ ഹിസ്ബുള്ളയും യുദ്ധസന്നദ്ധരായി നിൽക്കുകയാണ്. ഹമാസ് ആകട്ടെ കീഴടങ്ങില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ്. കീഴടങ്ങാൻ തങ്ങൾക്ക് പറ്റില്ല, കീഴടങ്ങാൻ തങ്ങൾക്ക് മനസ്സില്ല എന്ന ദൃഢനിശ്ചയത്തിൽ ഹമാസും നിൽക്കുന്നു. അതിനിടെ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഹമാസിനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹമാസ് സ്വതന്ത്ര രാജ്യമാകുമ്പോൾ ഹമാസിനെയല്ല, പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും ഒക്കെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. ഇസ്രായേലിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് അമേരിക്ക മാത്രമാണ്. അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ഇസ്രായേൽ ഈ തോന്നിവാസങ്ങളെല്ലാം കാണിച്ച് കൂട്ടുന്നത്. ഗസയിൽ ഹമാസ് പോരാളികളെ എത്ര പേരെ വധിച്ചുവെന്ന് ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഹമാസ് പോരാളികളല്ല കൊല്ലപ്പെടുന്നത്, സാധാരണക്കാരായ ജനങ്ങളാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഹമാസ് പോരാളികളെ എത്ര പേരെ വധിച്ചു, ഹമാസ് പോരാളികളെ എത്ര പേരെ തടങ്കലിലാക്കി, ഇതൊന്നും പുറത്തുവിടാതെ ഇസ്രായേൽ യുദ്ധം നടത്തുകയാണ്. പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചിൽ കുതിര കയറുകയാണ്. ഇനിയൊരു തലമുറ അവിടെ ഉണ്ടാകാത്ത വിധം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയാണ്. വംശഹത്യയുടെ ഒരു മാരകമായ അവസ്ഥയാണ് ഗസയിൽ നടക്കുന്നത്. എന്തായാലും ഹൂത്തികൾ സംഹാര താണ്ഡവം തുടങ്ങിക്കഴിഞ്ഞു.